രാഷ്ട്രീയ ഡോക്ടർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ റിവ്യൂ നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. റിവ്യൂ നിരോധിക്കണമെന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് ഭാഷകളിലെ നടീനടന്മാരും അല്ലെങ്കിൽ അതിന് വിതരണക്കാരും നിർമ്മാതാക്കളും സംവിധായകരും ഉൾപ്പെടെയുള്ള ആൾക്കാർ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അത് പൊതുസമൂഹത്തിന് മുമ്പിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട കോടതികളെ ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ സംവിധായകരായിട്ടുള്ള ആൾക്കാരും നിർമ്മാതാക്കളും വിതരണക്കാരും ഒക്കെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതി തന്നെ ഒരു അമിക്കസ് ക്യൂറിയെ തന്നെ നിയമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം അത് പഠിച്ച് അതിൻ്റെ ഒരു റിപ്പോർട്ട് കോടതിയെ സമർപ്പിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ സിനിമ റിലീസ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 7 ദിവസത്തോളം റിവ്യൂ ഒഴിവാക്കണമെന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു റിവ്യൂ നിരോധനം എന്ന് പറയുന്നത് പുതിയതായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് മലയാള സിനിമയിലല്ല എന്നുള്ളതാണ്. അത് തമിഴ് സിനിമയിലാണ്. അതായത് തമിഴിലെ ഏറ്റവും വലിയ മുതൽ മുടക്കിൽ വന്നിട്ടുള്ള കുറേ സിനിമകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഇന്ത്യൻ 2 പോലെയുള്ള അല്ലെങ്കിൽ കങ്കുവ പോലുള്ള വേട്ടയ്യൻ സിനിമ, വേട്ടയ്യൻ്റെ മുതൽ മുടക്കിനനുസരിച്ചുള്ള തുകയൊന്നും അതിന് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല. പിടിച്ചെങ്കിൽ തന്നെ അതിന് ഒരു ലാഭമൊന്നും പറയാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് അതിനകത്തുള്ള താരങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ ചെലവ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളുടെ ഒരു പരാജയത്തിന് കാരണം റിവ്യൂ ആണ്, റിവ്യൂവേഴ്സ് ആണെന്നുള്ള രീതിയിലാണ് തമിഴിലെ ചില നിർമ്മാതാക്കളും അല്ലെങ്കിൽ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ആദ്യ ദിനങ്ങളിൽ റിവ്യൂവേഴ്സായിട്ടുള്ള ആൾക്കാരെ ആരെയും അല്ലെങ്കിൽ സിനിമാ സംബന്ധമായിട്ടുള്ള ആ സിനിമയുടെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് തിയേറ്റർ പരിസരത്ത് വരുന്ന ഒരാളെ പോലും തിയേറ്ററിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ ഉള്ളിലോ കയറ്റാൻ അനുവദിക്കരുത് എന്നുള്ള രീതിയിലുള്ള ആവശ്യങ്ങളുമായിട്ട് നിർമ്മാതാക്കളും മറ്റുള്ള ആൾക്കാരും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിനെ നമുക്കൊരു രണ്ടായിട്ട് എടുക്കാം. ഇപ്പം ഉദാഹരണം, ഇപ്പം ഒരു സിനിമ, ഇപ്പം കങ്കുവ എന്ന് പറയുന്ന സിനിമയോ അല്ലെങ്കിൽ വേട്ടയ്യൻ എന്ന് പറയുന്ന സിനിമയോ അല്ലെങ്കിൽ ഇന്ത്യൻ 2 പോലുള്ള സിനിമകളൊന്നും പ്രേക്ഷകരെ കൂടുതൽ തൃപ്തിപ്പെടുത്തിയിട്ടുള്ളതോ അല്ലെങ്കിൽ സന്തോഷിപ്പിച്ചിട്ടുള്ളതോ അല്ല. ഒരു എൻ്റർടൈനിങ് എന്നുള്ള രീതിയിൽ പ്രേക്ഷകന് അത്തരത്തിലുള്ള ഒന്നും സമ്മാനിക്കാത്ത സിനിമകളാണെന്നുള്ളത് യാഥാർത്ഥ്യമോ. കാര്യം ആ സിനിമകൾ തീർത്തും മോശമായതുകൊണ്ടാണ് ആ സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ഷോയോടുകൂടി ആ സിനിമയ്ക്കൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരികയും ആ സിനിമയ്ക്ക് പിന്നീട് കാര്യമായിട്ടുള്ള രീതിയിലുള്ള പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ പറ്റാതാവുകയും ചെയ്തത്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഒരു റിവ്യൂവേഴ്സിനെ നിയന്ത്രിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ റിവ്യൂ വിലക്കിയതുകൊണ്ടോ ഇതുപോലുള്ള സിനിമകൾ ഇനി എത്ര കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലെത്തിയാലും അത്തരത്തിലുള്ള സിനിമകൾ വിജയിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ഇനി മറുവശം എന്നെടുത്തു കഴിഞ്ഞാൽ കാര്യം ഒരു സിനിമ ഇറങ്ങിയിട്ട് ഒരു സിനിമയുടെ റിവ്യൂ പറയുന്നത്, ഇപ്പോൾ നമ്മൾ തന്നെ ഇവിടെ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട്, റിവ്യൂ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടില്ല, റിവ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ചില വിവാദങ്ങളെക്കുറിച്ച്, സിനിമകളെക്കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ പറയുകയും ഇപ്പം സിനിമയിലെ നടൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റു ചില കേസുകളിൽ നിർമ്മാതാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിക്കുകയും അതൊരു ഭീഷണിയുടെ രീതിയിലേക്ക് മാറ്റുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുജന മധ്യത്തിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് വരികയും ചെയ്യുന്നുള്ള രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ പറയാനാണെങ്കിൽ ഒരു സിനിമ ഇറങ്ങുമ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് തുറന്നടിച്ച് ഒരു സിനിമയെ പെട്ടെന്ന് വേണമെങ്കിൽ പ്രത്യേകിച്ച് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു റിവ്യൂവറിനെ വേണമെങ്കിൽ പെട്ടെന്നൊരു സിനിമയെ ഒരു തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ പറയാൻ സാധിക്കും. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് നമുക്കൊരു സിനിമ ഇറങ്ങിയിട്ട് ഒരു 5, 6, 7 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം. അപ്പോഴത്തേക്ക് ആ സിനിമ കാണാനുള്ള ആൾക്കാർ തിയേറ്ററിലേക്ക് ചെല്ലും, അല്ലെങ്കിൽ കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരും. ആ സിനിമ ചിലപ്പോൾ രക്ഷപ്പെടും. അല്ല, സിനിമ മോശമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും 6, 7 ദിവസങ്ങൾക്ക് ശേഷം നമുക്കൊരു സിനിമയെക്കുറിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം. പക്ഷേ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് എത്ര മോശമാണെങ്കിലും ആ സിനിമയെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പം കുറച്ചൊരു മയപ്പെടുത്തി സംസാരിക്കണം. കാര്യം ഇതെന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് ഒരു സിനിമ കണ്ടിട്ട് ഒരാൾ അഭിപ്രായം പറയുമ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഒരു തുണിക്കടയിൽ പോയിട്ട് ഒരു മോശമായ ഡ്രസ്സ് വാങ്ങിക്കുമോ, അല്ലെങ്കിൽ ഒരു പച്ചക്കറി കടയിൽ പോയിട്ട് മോശമായിട്ടുള്ള ഒരു വെജിറ്റബിൾസിൽ ഏതെങ്കിലും ഒരു ഐറ്റം വാങ്ങിക്കുമോ? ഈ ഇത്തരത്തിലുള്ള നിർമ്മാതാക്കൾ ഈ ചോദ്യങ്ങൾ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും മോശമായ സാധനങ്ങളൊന്നും വാങ്ങിക്കാതെ പലരിടത്തും അഭിപ്രായം ചോദിച്ച് അല്ലെങ്കിൽ കൊള്ളാത്ത സാധനങ്ങൾ തിരിച്ചു കൊടുത്ത് അല്ലെങ്കിൽ കൊള്ളാത്ത സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഓരോ സാധനങ്ങൾ പോലും പർച്ചേസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള നിർമ്മാതാക്കളുടെ സിനിമകൾ കോടികൾ മുടക്കി തിയേറ്ററിൽ വരുമ്പം അത് മോശമാണെന്ന് പറയുന്നതിനകത്ത് എന്താണ് കുഴപ്പമെന്നാണ് ചില ആൾക്കാർ ചോദിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പറയുന്ന കണക്ക് ഒരു 500 രൂപയുടെയോ അല്ലെങ്കിൽ 1000 രൂപയുടെയോ അല്ലെങ്കിൽ 10,000 രൂപയുടെയോ ഒരു ഐറ്റം അല്ല, കോടിക്കണക്കിന് രൂപയുടെ ചിലവാക്കിയിട്ടാണ് ഒരു സിനിമ വരുന്നത്. എന്നും പറഞ്ഞുകൊണ്ടൊരു മോശമായ സിനിമയെ പ്രോത്സാഹിപ്പിക്കണമെന്നോ ഒരു സിനിമയെ വിജയത്തിലേക്ക് കൊണ്ടുപോകണമെന്നോ അല്ല ഞാൻ പറയുന്നത്. കാര്യം അത്തരത്തിലുള്ളൊരു കാര്യം നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ ആദ്യ ദിനങ്ങളിൽ കുറച്ചൊന്ന് മയപ്പെടുത്തി സംസാരിക്കാം. കാര്യം ഇപ്പം ഒരാളുടെ അഭിപ്രായമല്ല മറ്റൊരാളുടെ അഭിപ്രായം. ഇപ്പം ഞാൻ കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം, അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്തും റിവ്യൂ എന്ന് പറയുന്നൊരു വാക്കേ ഞാൻ വെക്കാറില്ല. ഞാൻ എപ്പോഴും എൻ്റെ
ഒപ്പീനിയനാണ് പങ്കുവെക്കുന്നത്. ആ ഒപ്പീനിയൻ പങ്കുവെക്കുമ്പോൾ പോലും ഇപ്പോൾ എനിക്ക് തോന്നുന്ന 5 അല്ലെങ്കിൽ 6 7 ദിവസങ്ങളിൽ പിന്നിട്ട ചില സിനിമകളെക്കുറിച്ച് മാത്രമേ ഞാൻ പൂർണ്ണമായിട്ടും തുറന്ന് സംസാരിച്ചിട്ടുള്ളൂ. മറ്റ് ആദ്യ ദിനങ്ങളിലോ രണ്ടാമത്തെ ദിവസമൊക്കെ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പം വളരെ മയപ്പെടുത്തിയിട്ടാണ് ഞാൻ പല സിനിമകളെക്കുറിച്ച് സംസാരിക്കുന്നത്. കാരണം നമുക്ക് തുറന്നു പറയാം കാര്യം, പക്ഷെ നമ്മൾ തുറന്നു പറയുമ്പം ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ബാധിക്കുന്നത്. അതുകൊണ്ട് ഒന്നും മയപ്പെടുത്തി സംസാരിച്ചാൽ ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ എൻ്റെ അഭിപ്രായം അല്ല മറ്റൊരാളുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിവ്യൂവേഴ്സിൻ്റെ അഭിപ്രായത്തിന് കാത്തുനിന്ന് തിയേറ്ററിലേക്ക് പോകുന്ന പ്രേക്ഷകർ ഒരു പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിട്ട് പോലും ആരുടെയും ഒരു അഭിപ്രായം കേട്ടതിന് ശേഷം അവർ തിയേറ്ററിലോട്ട് പോകാത്തതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ ഒരു സിനിമയായിരിക്കും നഷ്ടപ്പെടുന്നത്. പിന്നീട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു OTT-യിലോ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് റിലീസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ നമ്മുടെ പ്രാദേശിക ചാനലുകളിലോ മറ്റ് വരുമ്പോഴായിരിക്കും കണ്ടിട്ട് ഇതൊരു നല്ല സിനിമയായിരുന്നല്ലോ എന്ന് പലരും പറയുന്നത്. അങ്ങനെ നമുക്കറിയാം ഒരുപാട് സിനിമകൾ OTT-യിലും അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക ചാനലുകളിലും ഒക്കെ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം, പ്രാദേശിക ചാനൽ ഞാൻ ഉദ്ദേശിക്കുന്ന വലിയ വലിയ നമ്മുടെ സ്വകാര്യ ചാനലുകളെന്ന് പറയാം, അത്തരത്തിലുള്ള ചാനലുകളിലൊക്കെ വന്നതിന് ശേഷം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നല്ല സിനിമയാണല്ലോ, ഇത് വിജയിക്കേണ്ടതായിരുന്നല്ലോ എന്ന്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ചിലപ്പം നമുക്ക് കാണാനുള്ള ഒരു അവസരം നഷ്ടമാവും ഇത്തരത്തിലുള്ള ആരുടെയെങ്കിലും ഒരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിനിമയെക്കുറിച്ച് തുറന്നടിച്ചുള്ള ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ വരുന്ന സമയത്ത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെ തീർച്ചയായിട്ടും ഒന്ന് മയപ്പെടുത്തേണ്ടുന്നതാണ്, ഒന്ന് കുറയ്ക്കേണ്ടുന്നതാണ്. കാര്യം ഒരു സിനിമ രക്ഷപ്പെടുമെങ്കിൽ നമ്മൾ പറഞ്ഞ കണക്ക് കാര്യം രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെങ്കിൽ അല്ലെങ്കിൽ ആവറേജ് തരത്തിലുള്ള ഒരു സിനിമയാണെങ്കിൽ അത് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. എന്തായാലും റിവ്യൂവിന് അല്ലെങ്കിൽ ഒപ്പീനിയന് കാത്തു നിൽക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ കാണാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു.